തട്ടുപറം കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിനിമാ നടൻ ആസിഫ് അലി ഹിറ്റാക്കിയ അങ്കമാലി മാങ്ങക്കറിയാണ്. നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് അങ്കമാലി മാങ്ങക്കറിക്ക് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ഒരു 2 മാങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പും കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഇനി ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഉള്ളി ചെറുതായിട്ട് ചതച്ചതാണ്, ഉള്ളി ഇട്ട് കൊടുക്കുക. ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് പച്ചമുളക്, നെടുകെ പച്ചമുളക്, ഇഞ്ചി, നീളത്തിന് അരിഞ്ഞ ഇഞ്ചിയാണ്. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് അതിലേക്ക് നമ്മുടെ വിനാഗിരി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ശുദ്ധമായ വെളിച്ചെണ്ണ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ മിക്സിങ്ങിലാണ് ഇതിൻ്റെ പരിപാടി ഇരിക്കുന്നത്. ടേസ്റ്റും എല്ലാം ഈ മിക്സിങ്ങിലാണ്. നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സിലേക്ക് നമുക്കൊരു 3 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടിയും, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ 1/2 മണിക്കൂർ മുന്നേ നമ്മൾ വെച്ചിരുന്ന മാങ്ങ ഇതിലേക്ക് തട്ടി കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കുക. തേങ്ങയുടെ 2-ാം പാലാണ് ചേർക്കുന്നത്. കുറച്ച് 1-ാം പാലും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ചേർത്താൽ മതി, ബാക്കി നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളതാണ്. നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് അടുപ്പിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ള ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇറക്കി വയ്ക്കാം. ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി അടുപ്പ് ഓഫ് ചെയ്യാം. ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ അങ്കമാലി മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.